പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമീൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത് ഉൽപ്പത്തി 11 അധ്യായത്തോടു കൂടി പിന്നെ ഇനിയുമുള്ളത് പുതിയ ഒരു യുഗമാണ്. അബ്രാഹാം മുതൽ ആരംഭിക്കുകയാണ്. ദൈവജനതയുടെ ഒരു യുഗം ആരംഭിക്കുകയാണ്. അതുവരെയുള്ള നമ്മൾ നോഹയുടെ കണ്ടു, 9ഉം 10ഉമൊക്കെ അവർ ഒരുപാട് 2 പ്രാവശ്യം ദൈവം ഭൂമിയെ അവിടെ സൃഷ്ടികർമ്മം നടത്തി. ബാബേലിനടുത്ത് വന്നു. അവർ ബാബേൽ ഗോപുരത്തിലെ ആ പണിയോടുകൂടി മനുഷ്യർ ഒരിടത്ത് കൂടി നിൽക്കാനുള്ളത് അവരുടെ തീരുമാനം, ഭിന്നിച്ചു പോകാതെ പ്രശസ്തരായി ഒരിടത്ത് നിൽക്കുക എന്നുള്ളത് ദൈവം ചിതറിച്ചു. ലോകമെങ്ങും പോയി വർദ്ധിക്കാൻ പറഞ്ഞു. അതുപോലെ അവർ വർദ്ധിക്കാനായിട്ട് ദൈവം അവരെ ചിതറിച്ച് വിട്ടു, ബലാത്കാരമായിട്ട് തന്നെ. അപ്പോൾ നമ്മൾ ഉൽപ്പത്തിയിൽ നമ്മൾ അങ്ങനെ 11 ഇപ്പം നോഹയുടെ അധ്യായ വിവരം വേണം പറയുന്നതിൽ 10ാം അധ്യായത്തോടുകൂടി ലോകം മുഴുവനും അന്ന് അറിയപ്പെടുന്ന മിക്കവാറുമുള്ള എല്ലാ ഭൂഭാഗങ്ങളിലും ജനതകൾ പെരുകി വർദ്ധിച്ചു നോഹയിൽ നിന്ന്. അപ്പോഴത്തേക്ക് സംവത്സരങ്ങളെ കഴിഞ്ഞു. അതിന് നമ്മൾ 11ാം അധ്യായത്തിൽ തന്നെ അടുത്ത ദൈവജനത രൂപപ്പെടുകയാണ് അബ്രാഹാം എന്ന ചരിത്ര പുരുഷനിലൂടെ. ഇനിയുമുള്ളത് ചരിത്രമാണ്. 11 വരെ ഉണ്ടായിരുന്നത് നമ്മൾ പുരോഹിത, യാവേഷ്, പാരമ്പര്യക്കാർ ഓരോരുത്തർ അന്നത്തെ സംഭവങ്ങൾ ഓരോന്നിങ്ങനെ വാമൊഴിയായിട്ടുണ്ടായിരുന്നതൊക്കെ ലിഖിത രൂപത്തിൽ പിൽക്കാലത്ത് അവർ എഴുതി വെച്ചതാണ്. മറ്റുള്ള പുരാണങ്ങളെ കണ്ടപ്പോൾ അവർക്ക് അതിൽ വിഷമം തോന്നി. അതിന് കാരണം ഒരു ദൈവികമായിട്ടുള്ള യാതൊന്നും അതിനകത്തില്ലാതിരിക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്നുള്ള നിലയിലായിരുന്നു എഴുതിയിരുന്നത്. അതിലവർക്ക് സങ്കടം തോന്നി. യഥാർത്ഥ ദൈവം ഉണ്ടെന്നിരിക്കെ ഇതെങ്ങനെയാണ് വരുന്നത്, അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം എന്ന് അവർ എഴുതി. അങ്ങനെ 11 ചില വൈരുദ്ധ്യങ്ങളൊക്കെ ഉള്ള പറഞ്ഞു. 2 പാരമ്പര്യങ്ങളിൽ പലരും എഴുതിയതാണ്. അത് അവസാനം അത് തയ്യാറാക്കിയ അവസാനത്തെ ആ എഴുത്തുകാർ ഇതെല്ലാം കൂടെ ചേർത്ത് ചിലതൊക്കെ വിട്ടുകളയാതെ വന്നപ്പോൾ 2 പാരമ്പര്യത്തിലുള്ള 2 പേരുടെ രചനകൾ അതുപോലെ തന്നെ വന്നപ്പോൾ ചിലത് ആവർത്തനം, ചില വൈരുദ്ധ്യങ്ങളുമൊക്കെ വന്നിട്ടുണ്ട്. അത് ചേരേണ്ടുന്നിടത്ത് പല ഭാഗങ്ങളും ചേർന്നിട്ടില്ല. പിന്നീട് വരുമ്പോൾ അത് ചേർച്ചയില്ലാത്തതുപോലെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവസാനം 11ാം അധ്യായത്തിൽ അബ്രഹാമിനെ വിളിക്കുന്നു. അബ്രഹാം സ്വന്തം ദേശമായ മെസപ്പൊട്ടേമിയയിൽ നിന്ന് ഊർ എന്ന നഗരത്തിലേക്ക് അവിടെ ഹാരാനിൽ വന്ന് താമസമാക്കിയിരിക്കുകയാണ്. ഊറിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ട്, പക്ഷേ കാനാനിലെത്തിയില്ല. അബ്രഹാം ഒറ്റയ്ക്ക് വരാതെ, സാറായിയുമായിട്ട് വരാതെ, സ്വന്തം കുടുംബമായിട്ട്, സ്വന്തം കാര്യം ദൈവം വിളിച്ചത് അബ്രഹാത്തിനെ മാത്രമാണ്, സാറായി ആ കുടുംബത്തെ. ആ കുടുംബം എന്ന് പറയുമ്പോൾ അവർ 2 പേരെയും. അപ്പോൾ ബാക്കിയുള്ളവരും കൂടെ അബ്രഹാം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ദൈവം വിളിക്കുമ്പോൾ ആ വിളിച്ച വഴി അതുപോലെ തന്നെ പോരുക, മറ്റുള്ളവരെ നോക്കി നടന്ന് അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ട് വരും. അപ്പോൾ ദൈവത്തിൻ്റെ കാര്യം, ദൈവം പറയുന്നത് കേൾക്കാനും അനുസരിക്കാനും പറ്റാത്ത ചില ബന്ധങ്ങൾ അവിടെ വന്നുകൂടും. അത് അബ്രഹാം അനുഭവിച്ചു. അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി 12ലാണ് അബ്രഹാമിനെ ദൈവം 2ാമത് വിളിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വിളിയിൽ ഒരു 5 വർഷത്തേക്കോളമായി ദൈവം പിന്നെ സംസാരിക്കാതായിട്ട്. കാരണം ആ ദൈവം നിശ്ചയിച്ച പദ്ധതി പ്രകാരം അബ്രഹാം ഒറ്റയ്ക്കാകണം. അതിനു വേണ്ടിയാണ്. അതുവരെ കാത്തിരുന്നു ദൈവം. അബ്രഹാം എല്ലാവരുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നതാണ്. കുടുംബാപ്പാപ്പനും സഹോദരങ്ങളും എല്ലാവരുമായിട്ട്, ആശ്രിതരും മറ്റുള്ളവരുമായിട്ടൊക്കെ. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അബ്രഹാം ഒറ്റയ്ക്ക് വരികയില്ല, ഉപേക്ഷിക്കുകയില്ല. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്കാകണം. അപ്പോൾ ദൈവം കാത്തിരുന്നു. അപ്പം നമുക്ക് അതുവരെയാണ്. അപ്പോൾ അവിടെ നിൽക്കട്ടെ. 12ാം അധ്യായം മുതൽ വീണ്ടും 2ാമത് 4-5 വർഷം കഴിയുമ്പോൾ അബ്രഹാമിനെ ദൈവം വീണ്ടും വിളിക്കുന്നുണ്ട്. അത് നമുക്ക് അപ്പോഴും തുടങ്ങാം. ഇനി പുതിയ നിയമം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമുക്ക് പുതിയ നിയമത്തിലോട്ടും കൂടെ കടക്കാം ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ആഴ്ചയിൽ ഒരു
ദിവസം ഒരു എപ്പിസോഡ് പുതിയ നിയമത്തെപ്പറ്റിയും 1-2 എപ്പിസോഡ് പഴയ നിയമത്തെ ഉൽപ്പത്തിയുടെ ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് പുതിയ നിയമത്തിലൂടെ കടക്കുമ്പോൾ പുതിയ നിയമത്തിൻ്റെ അന്നത്തെ ആ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം, ആ സംഭവങ്ങളുടെ, ആ കാര്യങ്ങളുടെ. കാരണം ഇതൊക്കെ ചരിത്രങ്ങളാണ്. അപ്പോൾ അന്നത്തെ ചുറ്റുപാട്, ഭൂമി, അന്നത്തെ ആ ഭൂമിയുടെ രാജ്യത്തിൻ്റെ അവിടുത്തെ സാഹചര്യങ്ങൾ, സാമൂഹ്യം, സാമ്പത്തികം, രാഷ്ട്രീയം ആയിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം, മതപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കിയെങ്കിലേ സുവിശേഷം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതൊന്നും മനസ്സിലാക്കാത്തവരാണ് ഓരോരുത്തരും ഓരോന്നൊക്കെ, ഇങ്ങനെ ദൈവം ഉണ്ടായിരുന്നില്ല, ക്രിസ്തു ഇങ്ങനെ യേശു ഉണ്ടായിരുന്നില്ല, അതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ, യേശുവിൽ മനുഷ്യൻ മാത്രമായിരുന്നു, അത് ചത്തുപോയി, മരിച്ചുപോയി എന്നൊക്കെ ഓരോന്നൊക്കെ കുരിശിൽ തൂക്കി മരിച്ചുപോയി, ഇല്ല രക്ഷപ്പെട്ടു പോയെന്ന് മറ്റൊരു ചിലർ, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ. അപ്പോൾ എന്തുവാണ് യഥാർത്ഥം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം. ഒരു ചരിത്രം എന്താണ് പറയുന്നത് അറിയണം. അതായത് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ട ചരിത്രം, അതിന് ചരിത്ര രേഖകളുണ്ട്, ഇല്ലാതല്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 2-3 എപ്പിസോഡിലായിട്ട് അതൊക്കെ നിർത്താൻ തോന്നുന്നല്ലേ. പറയാൻ പോയാൽ ചരിത്രപരമായിട്ട് മുഴുവനും എടുക്കാൻ പോയാൽ എനിക്ക് ഏതാണ്ട് ഒരു 3-4 മാസം എടുക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വളരെ സംക്ഷിപ്തമായ ഒരു അബ്സ്ട്രാക്റ്റ് ഫോം, അതാണ് ഞാൻ ഒരു ചുരുക്കമായി, വളരെ ചുരുക്കമായിട്ടുള്ള ഒരു, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണം. ബാക്കി നമുക്ക് ബൈബിളിൽ വേദപുസ്തകത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. അപ്പോൾ അതിനു വേണ്ടി അത്യാവശ്യമുള്ളത് ഒന്ന് പറയാം. അപ്പോൾ ഒന്നാമത് ഞാൻ ഇവിടെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെ ഇന്ന് ആ ചിന്തകർ കൂടുതലായിട്ട് വരുവാണ്. ദൈവം ഉണ്ടോ യഥാർത്ഥത്തിൽ? അവർ ലോകത്തിൽ ഇപ്പോൾ നടക്കുന്ന ഓരോ കാര്യങ്ങൾ, അതെല്ലാം ഓരോ ദുരന്തങ്ങൾ, ഓരോ ഇതെല്ലാം അക്രമങ്ങൾ, ഇതെല്ലാം നടന്നിട്ട് ഭരണപരമായിട്ടുള്ള കാര്യത്തിൽ നിന്ന് വരുന്ന അക്രമങ്ങൾ, അനീതികൾ, അഴിമതികൾ, ഇതെല്ലാം കണ്ടിട്ട് ലോകം ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ ദൈവം ഒന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലാണ് ഇപ്പോൾ യേശുവിൻ്റെ കാര്യവും വരുമ്പോൾ, യേശു ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച്, ഞാൻ ഉൽപ്പത്തിയിൽ പറഞ്ഞിരുന്നു 2-ാം അധ്യായത്തിൽ, അത് മനുഷ്യൻ പാപം ചെയ്തു 1-ാം അധ്യായത്തിൽ. അപ്പോൾ അത് എന്നിട്ട് രക്ഷിക്കാണ്ട് നിൻ്റെ സ്ത്രീയുടെ സന്തതി നിൻ്റെ തലയെ തകർക്കും സാത്താനോട് പറയുന്നു. അത് തിന്മയുടെ തല തകർക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു സന്തതി വരും എന്നുള്ളത്, അത് അന്നത്തെ ജനതകൾ നോക്കി എതിർപ്പാർത്തു നോക്കി പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു. അവർ തലമുറകളായിട്ട്, സഹസ്രാബ്ദങ്ങളായിട്ട് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, യുഗങ്ങളായിട്ട്, സഹസ്രാബ്ദങ്ങളായിട്ട്. അപ്പോഴത് ആ സന്തതി ആരെന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ അറിയണം. അത് യേശുവാണെന്ന് പറയുമ്പോൾ അതിന് ഉപോത്ബലകമായ തെളിവുകൾ വേണം, ചരിത്രപരമായിട്ട്, വേദപുസ്തകങ്ങളുടെ മുൻപുള്ള പുസ്തകങ്ങൾ വഴിയായിട്ട് ഒക്കെ ഉള്ളത്. അപ്പോൾ നമുക്കത് ഒന്ന് പരിശോധിക്കാം. ചെറുതായിട്ട്, വളരെ ചുരുക്കമായിട്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 2-3 മാസമൊക്കെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം അറിയേണ്ടുന്ന കാര്യങ്ങൾ, ആരും ഡോക്ടറേറ്റിനൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ ദൈവത്തെ അറിയുക എന്നാണ് ഒന്നാമത്തെ ഒരു കാരണം എന്ന് ഞാൻ പറയും. ഒരു കാര്യം, അത് ദൈവം ഉണ്ടെന്നുള്ളത് ആദ്യം ബോധ്യപ്പെടണം. അപ്പോൾ ദൈവനിഷേധത്തിൽ തെളിവ് അന്വേഷിച്ച് ബന്ധപ്പെട്ട് ഇങ്ങനെ അതിന് തെളിവ് അന്വേഷിച്ച് നടക്കുന്ന കുറേ നിരീശ്വരവാദികളുടെ ഒരു കൂട്ടമാണ് ഇന്നുള്ളത്. ഇന്ന് ഏത് രംഗത്ത്, രാഷ്ട്രീയ രംഗത്തായാലും സാമൂഹ്യ രംഗത്തായാലും എല്ലാം ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു അവസ്ഥ ഇന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇപ്പോൾ നമ്മൾ യേശുവിൻ്റെ കാര്യം പറയുമ്പോൾ അവരുമൊക്കെ കേൾക്കുന്ന എല്ലാവരുമൊക്കെ അറിയേണ്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും അറിയാൻ വേണ്ടിയാണ് ഇത് ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നത്. എല്ലാവരും ദൈവത്തെ അറിയട്ടെ, സത്യം അറിയട്ടെ. സത്യം അറിയുമ്പോഴാണ് ദൈവത്തെ അറിയാൻ പോകുന്നത്. അപ്പോൾ യേശു ഒരു മിഥ്യയാണ്, ഒരു സാധാരണ ഒരു തെളിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഒരു മിഥ്യ എന്ന് പറയുമ്പോൾ അതാണ്, തെളിവില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇല്ല, ഇങ്ങനെ ഉള്ളതുപോലെ ഇങ്ങനെ തോന്നൽ, ഒരു ഫീലിംഗ് ആണെന്നൊക്കെ പഠിപ്പിക്കുന്നവരൊക്കെ ധാരാളമായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർ ഒന്ന് ചിന്തിക്കുമ്പോൾ
നിങ്ങൾ ആ ശാസ്ത്രീയമായിട്ട് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ശാസ്ത്രത്തെയും കൂടെ കൂട്ടുപിടിച്ചു. അവർ പറയുന്നത് ശാസ്ത്രവും മനുഷ്യനും മാത്രമേ ഉള്ളൂ ലോകത്തിൽ എന്ന് പറയുന്ന നിരീശ്വരവാദികൾ, അങ്ങനെയുള്ള രാഷ്ട്രീയങ്ങൾ ഒക്കെ ശക്തി പ്രാപിച്ച് വരികയാണ്. അങ്ങനെയാണല്ലോ ഓരോ ഇസങ്ങളൊക്കെ എഴുതി അവരൊക്കെ അവരുടേതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അപ്പം ഈ ആകാശത്താണ് ഈ ദൈവം എന്ന് പറയുന്നത്, സ്വർഗമാണ്, ആകാശമാണ്. അപ്പോൾ ശൂന്യാകാശത്തൊക്കെ ചുറ്റി നടന്നിട്ട് ആദ്യത്തെ ശൂന്യാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ റഷ്യയുടെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരിടത്തും കണ്ടില്ല, നോ ഗോഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ അങ്ങനെ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ നോക്കി നടക്കുന്നത്, അവിടെ എല്ലാം ദൈവത്തെ കാണണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? തന്നിലേക്ക് തന്നെ ഒന്ന് തിരിയണം. തൻ്റെ സമൂഹത്തിൽ ചുറ്റുപാട് ഒന്ന് തിരിയണം. ഈ ലോകത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ അവസ്ഥകൾ, ആ ചലനാവസ്ഥകൾ, ഇതെല്ലാം ഇങ്ങനെ സന്തുലിതമായിട്ട് നിലനിൽക്കുന്നത് എങ്ങനെ? അങ്ങനെ ഒരു ചിന്തിക്കുകയും കൂടെ ചെയ്യണം. ബുദ്ധിപരമായിട്ടും കൂടെ ചിന്തിച്ചോ, കുഴപ്പമില്ല. ദൈവകാര്യങ്ങൾ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ അതിന് വ്യക്തമായ ഉത്തരം കിട്ടത്തില്ല എന്നാണ് നമ്മൾക്ക് അറിയാം. അതിന് ദൈവികമായിട്ടുള്ള ഒരു ചിന്ത വേണം. ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു അന്തരീക്ഷം നമ്മളുടെ മനസ്സുകളിൽ ഉരുത്തിരിഞ്ഞ് വന്നെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക, ഈ അനന്തമായ നമ്മുടെ ചുറ്റുപാട് തന്നെ നോക്കാം. അയാൾ യൂറി ഗഗാറിൻ പറഞ്ഞ പോലെ ഈ അനന്തമായ ആഴവും പരപ്പും ഉയരവും ഒക്കെ ഉള്ള ഈ ഉയരത്തിലുമൊക്കെ ആയിരിക്കും ഈ പ്രപഞ്ചം. അതിന് അനന്തമാണ്, കാരണം അതിന് അതിരുകളില്ല. അപ്പോൾ ആ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, എങ്ങനെ നിലനിൽക്കുന്നു എന്നൊരു നിമിഷം ചിന്തിക്കാണ്ട് ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ ദുർബുദ്ധികൾ ഒന്ന് ഞാൻ അങ്ങനെ പറയാൻ എനിക്ക് പറ്റത്തുള്ളൂ. ഒരു ദുർബുദ്ധികൾ അല്ലെങ്കിൽ നിരീശ്വരന് എങ്ങനെയാണ് അത് ഉണ്ടായെന്നൊന്ന് ചിന്തിക്കാവോ? ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാൻ അവർക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടായിട്ട് വേണ്ട, അങ്ങനെ ചിന്തിച്ചിട്ട് വേണ്ട ഒരു തീരുമാനത്തിലെത്താൻ ഇല്ല എന്ന്, അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്ത സമസ്യയാണ് ദൈവം എന്നത്. ആ ഉത്തരവും ഉണ്ട്, എല്ലാം ഉണ്ട്, സമസ്യയൊന്നുമല്ല, കൂടെ തന്നെ ഉണ്ട്, നമ്മളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് ആ ഒരു അങ്ങനെ ചിന്തിക്കുന്നവർക്ക്, അങ്ങനെയുള്ള ക്രിസ്തു വിരോധികൾക്ക് അങ്ങനെ ചിന്തിക്കാൻ അവർക്ക് തോന്നത്തില്ല, അവരിത് ചെയ്യുന്നില്ല. അപ്പോൾ തങ്ങൾ ക്രിസ്തുവിലായിപ്പോയെങ്കിലോ, കാരണം അങ്ങനെ ആയിപ്പോയവരെ ഒരുപാട് അവരൊക്കെ അറിയുന്നുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ കണ്ണുകൾക്ക്, അപ്പോൾ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ കണ്ണുകൾക്ക് ഈ ശാസ്ത്ര ഉപകരണമായ ഈ കണ്ണുകൾ, നമ്മുടെ നയനങ്ങൾ കൊണ്ട് നമ്മളെല്ലാം നോക്കിക്കാണുന്നു, നമ്മളെല്ലാം അറിയുന്ന ഈ കണ്ണുകൾ നോക്കിക്കൊണ്ടാണ്, ഈ ചെവി കൂടെ കേട്ടിട്ടാണ്, മനസ്സുകളിൽ കൂടി അത് വിചിന്തനം ചെയ്തിട്ടാണ്, അതവിടെ അനലൈസ് ചെയ്ത് ഏതൊക്കെ രീതിയിൽ അങ്ങനെയൊക്കെയാണെന്ന് അവിടെയാണ് പോകുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഈ കണ്ണുകൾക്ക് ഇനി ഒരു മൈക്രോസ്കോപ്പിക് കണ്ണുകളാണ്, നയനങ്ങളാണ് നമ്മുടേതെങ്കിൽ, മനുഷ്യന് ഈ ജീവികൾക്കോ എല്ലാം എങ്കിൽ എങ്ങനെ അവർ ജീവിക്കും? കാരണം ഈ അന്തരീക്ഷം മുഴുവനുമുള്ള ഈ അണുക്കൾ, വലിയ അണുക്കളും ഈ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര കൂടുതലായിട്ടുള്ള ധൂമപടലങ്ങളും ഇതെല്ലാം ഇങ്ങനെ വ്യാപിച്ച് അന്തരീക്ഷത്തിൽ കിടക്കുകയാണ്. അല്ല, ഓരോ അണുക്കൾ, രോഗാണുക്കളെന്ന് മാത്രമല്ല പലതരം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കിടക്കുന്ന ഈ അണുജീവികളുടെയും ഒക്കെ മധ്യത്തിൽ ഇവിടെയാണ് മനുഷ്യനും ഈ ജീവികളും ഒക്കെ ജീവിക്കുന്നത്, ഇതൊന്നും അറിയാതെ. എങ്ങനെ ആരോഗ്യത്തോടെ ഈ പറയുന്നവരും ചിന്തിക്കുന്നവരും എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അവർ ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ അത് ചിന്തിക്കാതെ, അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും, ദൈവമുണ്ട്. ഇതൊക്കെ നിയന്ത്രിക്കുന്ന അനന്ത ശക്തി ആരാണ്? ദൈവമാണെന്ന്. നമുക്ക് കാതുകൾക്ക് ഇനി ഒരു റേഡിയോ റിസീവറുടെ ശക്തിയാണെന്ന് വെച്ചു കാതുകൾ കൊണ്ടായാലും എങ്ങനെയായിരിക്കും? ആ ഒരു നിമിഷം വേണ്ടാൽ അതിൻ്റെ 1000-1 കൊണ്ട് തന്നെ പൊട്ടിത്തെറിച്ച് ചത്തുപോകത്തില്ലേ ആ മനുഷ്യൻ്റെ തലയൊക്കെ? കാരണം എന്താ? റേഡിയോ റിസീവർ ആണെങ്കിൽ ഈ ഗോളങ്ങൾ, ആകാശഗോളങ്ങളും ഭൂമി ഉൾപ്പെടെ എല്ലാം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോൾ അതിലൊക്കെ ഒരു ശബ്ദമില്ലേ? ഒരു ഹൂങ്കാരവമായിരിക്കും. അങ്ങനെയുള്ള നമ്മൾ കേൾക്കാൻ നമുക്ക് കഴിയുന്നെങ്കിൽ, അപ്പോൾ എങ്ങനെ ദൈവം ഇതൊക്കെ എങ്ങനെ സംവിധാനം തന്നെത്താനുണ്ട്? ഇതൊന്നും അറിയാതെ ഈ ജീവികളൊക്കെ ഇവിടെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, സൗമ്യതയോടെ ജീവിക്കാൻ ഇതൊന്നും അറിയാത്തതുപോലെ, അവരെ ബാധിക്കാത്തതുപോലെ അതെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഞാൻ അവരോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അതെന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? തന്നെത്താൻ അതെങ്ങനെ ഉണ്ടാകും?
തന്നെത്താൻ എങ്ങനെ ഉണ്ടായി? ഒരു ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞിട്ടില്ല അങ്ങനെ തന്നെത്താൻ ഉണ്ടായെന്ന്. ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഒരു അജ്ഞാത ശക്തി, അനന്തമായ ഒരു ശക്തി മനുഷ്യന് ചിന്തിക്കാൻ, മനുഷ്യൻ്റെ ബുദ്ധിക്ക് ചിന്തിക്കാനൊക്കെ പറ്റി നമ്മൾ ഇത് വേണമെന്നുള്ളവർക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്ന് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ കാതിലും കണ്ണിലും ഒക്കെ നമ്മൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രത്യേക ശക്തി, മനുഷ്യന് സൗമ്യതയും സന്തോഷവും ഹൃദയത്തിന് ആനന്ദകരമായ അവസ്ഥയാണ് അതിനെല്ലാം കൊടുത്തിരിക്കുന്നത്. അത് പ്രദാനം ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള വലിയ ഈ ശബ്ദമെല്ലാം കേട്ട് പൊട്ടിത്തെറിച്ച് പോകാവുന്ന ജീവികളല്ല ഉള്ളത്, മനുഷ്യരോ ജീവികളോ. അപ്പം ദൈവം സംവിധാനം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ കാതുകൾ, നമ്മുടെ നയനങ്ങൾ, നമ്മുടെ നാസാരന്ധ്രങ്ങൾ, ഇതെല്ലാം നാസികയൊക്കെ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക, ഇതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ അറിയാൻ. അങ്ങനെ ഇപ്പോൾ ദൈവം എന്ന ഒരു ശക്തി കൊണ്ടല്ലാതെ ദൈവം ഇല്ല എന്ന് പറഞ്ഞാൽ ആ ശക്തി എന്ന് പറയുന്നത് അതിനാണ് ദൈവം എന്ന് പറയുന്നത്. ദൈവം അല്ലാതെ വെറുതെ ദൈവം എങ്ങനെ കാണാൻ പറ്റത്തില്ല. അവിടെ അരിച്ചവർക്ക് ശൂന്യാകാശത്തെ ആ മനുഷ്യൻ അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ ദൈവം അരൂപിയാണ്. ദൈവത്തിന് രൂപമില്ല. അരൂപിയായ ദൈവത്തിന് പിന്നെ എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? ഏത് രൂപവും സ്വീകരിക്കാം. അരൂപികൾക്കുള്ള ഒരു സൗകര്യം ഏത് രൂപവും സ്വീകരിക്കാം. ഇന്ന ഭാഷയെന്നില്ല, ശബ്ദമില്ല, ഏത് ഭാഷയും ഏത് ശബ്ദവും സ്വീകരിക്കാം. അങ്ങനെയാണ് ഈശ്വരൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു രൂപം വരുന്നത്, നമ്മളെ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ദൈവത്തിന് ഇപ്പോൾ ഇങ്ങനെ അദൃശ്യനായ അരൂപിയായ ദൈവത്തിന് കാണണം, അറിയണം എന്ന് മുൻവിധിയില്ലാതെ, ഈ മുൻവിധിയോടുകൂടി ചിന്തിക്കുന്നവർക്കല്ല, അങ്ങനെ മുൻവിധിയില്ലാതെ ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും ആ ദൈവത്തിൻ്റെ ദൃശ്യാവിഷ്കാരങ്ങൾ സാധ്യമാക്കി തന്ന യേശു ക്രിസ്തുവിലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അന്വേഷിച്ചാൽ എല്ലാം കിട്ടും. അപ്പോൾ ദൈവത്തെ അദൃശ്യനും അരൂപിയായ ദൈവം രൂപിയും രൂപഭാവങ്ങളുള്ളവനും ആയ ആ ക്രിസ്തു ദർശിക്കാൻ സാധിക്കുന്ന ഒരാൾ അത് യേശുവാണ്. അത് ദൈവത്തിൻ്റെ ഒരു അവതാരമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു മറുരൂപമാണ് അത് എന്ന് ഉറച്ച് വിശ്വസിക്കാം. ദൈവം തന്ന ഒരു സമ്മാനമാണ്. ഏതാ? ക്രിസ്തു, യേശു ക്രിസ്തു എന്ന് പറയുന്നത് രക്ഷകൻ, രക്ഷിച്ച മെസ്സിഹ എന്നുള്ള നാമത്തിനാണ്, ഹെബ്രു നാമത്തിനാണ്. അപ്പോൾ അതിൽ ആ വാക്കാണ്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ദൈവത്തെപ്പറ്റി നമ്മൾ മുൻവിധിയില്ലാതെ അന്വേഷിച്ചവർക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തെ കണ്ടിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, അവരിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ദൂരെ എങ്ങും പോകണ്ട. ഇപ്പം ഇത് ഒന്നും ഇല്ലെങ്കിൽ ഈ കോടിക്കണക്കിനായ ജനതകളൊക്കെ എന്തിനാണ് പിന്നെ ഇങ്ങനെ മരിക്കാൻ പോയി? എത്രയോ കോടി ജനങ്ങളാണ് ഈ യേശുവിന് വേണ്ടി ഞങ്ങൾ മരിക്കുന്നു എന്ന് പറഞ്ഞ് മരിക്കാൻ ഇടയാതെ രക്തസാക്ഷികളായിട്ട്. അപ്പോൾ അത്രയ്ക്ക് ബോധമില്ലാത്തവരാണോ? ഇവിടെ സുവിശേഷകർക്ക് ഈ പുസ്തകം എഴുതിയവർ, ക്രിസ്തുവിൻ്റെ സന്തത സഹചാരികളായിരുന്നവർ, അവരൊക്കെ എഴുതിയത് എങ്ങനെ? ചുമ്മാതെങ്ങ് എഴുതിയോ? അവർ മരിക്കാൻ വേണ്ടി അങ്ങ് എഴുതി അവരങ്ങ് നിന്ന് കൊടുക്കുന്നത് എന്താ? അത് നോക്കേണ്ടത് മറ്റൊരു ജീവിതമുണ്ട്. ഞാൻ പറഞ്ഞ നേരമുള്ള നിരീശ്വരവാദികൾക്ക് മൃഗങ്ങളെപ്പോലെ അല്ലെങ്കിൽ ജീവികളെ പോലെ ഒരു തല്ലിക്കൊന്നുകളെ ഒരു പാമ്പിനെ പോലെ ഉള്ളവരെന്ന് വിചാരിക്കുന്നത്. അതായത് ആ ജഡമുണ്ട്, പിന്നെ ആത്മാവില്ല, ആ ജഡം തീർന്നു, അത് തീർന്നു, അത്രയേ ഉള്ളവരുടെ ചിന്ത. പിന്നെ ഒരു കാര്യമൊന്നുമില്ല. നമ്മളങ്ങനല്ല. ഈശ്വര ചിന്തയുള്ളവർ വിചാരിക്കുന്ന അവർക്ക് ആത്മാവുണ്ട്, പിന്നെ ഒരു ജീവിതം അനന്തമായ അതായത് മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റാത്തവണ്ണമുള്ള ഒരു ജീവിതമാണ് പിന്നെ ആത്മാവിൻ്റെ ജീവിതം. അത് എത്ര കാലമൊന്നും ഒരു മനുഷ്യബുദ്ധിക്കുമില്ല. എങ്ങനെ ദൈവമുണ്ടോ അതുപോലെ തന്നെ ആ ആത്മാവും അവിടെ കാണും. അതിന് പ്രത്യേകിച്ചൊരു മനുഷ്യനായിട്ടോ മനുഷ്യൻ്റെ ചേഷ്ടകളോ ഒന്നുമല്ല അവിടെ ദൈവരാജ്യത്തിൽ, ദൈവത്തിൻ്റെ പക്കൽ, സ്വർഗത്തിൽ. ആ ചിലർ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഫോഷ്കെന്ന് പറയാതെ അവരെ എന്തു പറയാനാണ്?
അപ്പോൾ അങ്ങനെയുള്ളതിനെയൊക്കെ നമ്മൾ ചെവി കൊടുക്കണ്ട, അത്രയേ ഉള്ളൂ. അങ്ങനെയൊക്കെ പഠിക്കുക. അവർക്ക് കിട്ടിയ ആരെങ്കിലും അങ്ങനെ എഴുതി വെച്ചു പഠിപ്പിച്ചു കാലങ്ങളായിട്ട് അങ്ങനെ നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതവരത് കൊണ്ടിരിക്കട്ടെ. അപ്പോൾ യേശു എന്നുള്ള ഒരു നിതാന്ത സത്യമാണെന്ന് അന്വേഷിക്കുന്നവർക്ക് അനുഭവവേദ്യമായിട്ടുണ്ട്. ഈ സുവിശേഷ പിന്നെ സെയിൻറ്റ് പോള്, അത് പൗലോസ് ശ്ലീഹ അപ്പസ്തോലൻ, അതൊക്കെ ഞങ്ങൾ ക്രിസ്ത്യാനികൾ പറയുന്നു. അപ്പോൾ അദ്ദേഹം സാവൂൾ എന്ന നാമത്തിലാണ് അറിയപ്പെട്ടിരുന്നത്. അന്നത്തെ യഹൂദ ജനത്തിൽ, യഹൂദ വർഗത്തിൽ ഏറ്റവും വലിയ ഒരു അഗ്രഗണ്യനായ ഒരു പണ്ഡിതനായിരുന്നു. യഹൂദ നിയമങ്ങളും യഹൂദ പുസ്തകങ്ങളുമായിട്ടൊക്കെ ഉള്ള വളരെ വലിയൊരു പണ്ഡിതനായിരുന്നു. അപ്പോൾ അദ്ദേഹം ആദ്യകാലത്ത് അദ്ദേഹത്തിൻ്റെ അങ്ങനെയുള്ള അദ്ദേഹം ഈ ക്രിസ്തു ഇങ്ങോട്ട് വന്നപ്പോൾ, യേശു വന്ന് ഈ പ്രവർത്തനങ്ങൾ നടത്തി, ആളുകൾ സുവിശേഷമൊക്കെ പ്രസംഗിച്ചു, ആളുകൾ യേശുവിൽ ആകർഷിച്ചു. പുതിയൊരു കൂട്ടായ്മയുണ്ടായി, ഒരു സഭയുണ്ടായി, അത് പലയിടത്തായി. അത് ഇവർക്ക് സഹിക്കാൻ വയ്യാതെ വന്നു. കാരണം അപ്പോൾ ഈ പൗലോസിന് ഈ സാവൂളിന് എന്താ സഹിക്കാൻ വയ്യാതെ വന്നേ? കാരണം അദ്ദേഹം പഠിച്ചത് യഹൂദ സിദ്ധാന്തമാണ്. ഒരൊറ്റ ദൈവം യാവേ, അതിനെപ്പറ്റി മറ്റൊതൊന്നുമില്ല എന്നുള്ളതാണ്. അത് പരിശുദ്ധാത്മാവുണ്ട്, തമ്പുരാണ്ട് ഇങ്ങനെ അവതരിക്കുമെന്ന് പറയുന്നതുകൊണ്ട്, അതുകൊണ്ട് ഒരു രക്ഷകൻ വരുമെന്നുണ്ട്. അത് എങ്ങനെ വരുമെന്നുള്ളത് പ്രവചന ഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാ പ്രവാചകന്മാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. എപ്പോഴാണ്, എങ്ങനെയാണ്, എന്താണെന്ന് യേശുവിനെ കണ്ടിട്ട് അവർക്ക് അങ്ങനെ തോന്നാൻ പറ്റുന്നില്ല. കാരണം ഇങ്ങനെയല്ല വരേണ്ടുന്നത്. അവർ പ്രതീക്ഷിച്ചിരുന്ന റോമൻ സാമ്രാജ്യത്തെ, തങ്ങൾ അന്ന് അടിമകളായിട്ട് കഴിഞ്ഞ റോമൻ സർക്കാരിൻ്റെ അടിമകളായിട്ടാണ് അവിടെ കഴിഞ്ഞിരുന്നത്. റോമൻ എംപയറിൻ്റെ ഈ സാമ്രാജ്യത്തിൻ്റെ, നമ്മളിവിടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിമകളായിട്ട് കഴിഞ്ഞിരുന്നത് പോലെ, അധീനതയിൽ കഴിയുന്നത്. അപ്പം അവരെ ആട്ടി ഓടിച്ച് ഇവിടെ പഴയ സാമ്രാജ്യം സ്ഥാപിക്കുന്ന ഒരു വ്യക്തിയെയാണ്, ഒരു പ്രവാചകനെയാണ്, നേതാവിനെയാണ് അവർ പ്രതീക്ഷിച്ചത്. അതിലെ യേശുവിനെ പോലുള്ള ഒരാളെ അല്ല. ആദ്യകാലത്ത് അങ്ങനെയൊക്കെ അവർ പ്രതീക്ഷിച്ചിരുന്നു കുറച്ച് പേരൊക്കെ. പക്ഷേ അവർക്ക് പ്രമാണിമാർക്കും പുരോഹിത വർഗത്തിനും അത് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന്, അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ, കപടതയെല്ലാം പൊളിച്ച് കാട്ടുന്നുണ്ട്. അവർ വിചാരിക്കുന്ന തങ്ങളെയെല്ലാം ഭരിക്കുന്ന, തങ്ങൾക്കെല്ലാം പ്രമുഖ സ്ഥാനങ്ങൾ നൽകി ഭരിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും, ഒരു വ്യക്തിയായിരിക്കും മെസ്സിഹ, രക്ഷകൻ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ യേശുവിൽ വിശ്വസിക്കും. ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. അദ്ദേഹം ചെയ്ത് നമ്മളെ കൊള്ളകളും കുറ്റങ്ങളും എല്ലാം, മനുഷ്യരെ വഞ്ചിക്കുന്നതും എല്ലാം അവിടെ വിളിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് ദുരിതമെന്നൊക്കെ പറഞ്ഞ് അവരെ അവരെ വിധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അവർക്ക് കൂട്ടി നിൽക്കാൻ പറ്റത്തില്ല, അവരുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ അവരും അങ്ങനെ ക്രിസ്തു വിരോധികളായിട്ടുള്ളവരൊക്കെ ഈ പൗലോസിനെ പോലെ, സാവൂൾ അന്നത്തെ പേര്, അപ്പോൾ അവരൊക്കെ ഇങ്ങനെ എത്രയോ നാൾ ഇത് ഇല്ലാതാക്കാൻ നോക്കി. ഈ സാവൂളില്ലാതെ ഈ മതത്തെ തന്നെ, ഈ മാർഗത്തെ തന്നെ ഇല്ലാതാക്കാനായിട്ട് നോക്കിയിട്ട് അവസാനം എന്താ, അയാൾ തന്നെ അതിൻ്റെ സാക്ഷിയായി ലോകം മുഴുവനും പ്രഘോഷിക്കാൻ തുടങ്ങി. ഇതാണ് ക്രിസ്തുവിനെതിരായിട്ട്, ദൈവത്തിനെതിരായിട്ട്, യേശുവിനെതിരായിട്ട് തിരിഞ്ഞിട്ടുള്ളവർ പലരും. റോമൻ ചക്രവർത്തിമാർ അന്ന് ക്രിസ്ത്യാനികളെന്നുള്ള പേര് കേട്ടാൽ തന്നെ അവരെ കൊന്നുകളയുമായിരുന്നു. എന്നിട്ട് അങ്ങനെ നടന്നവരൊക്കെ പിന്നെ എന്തു ചെയ്തു? എത്രയോ പേര്, ചിലരൊക്കെ അവസാനം അവരുടെ ഉന്നത ഉദ്യോഗസ്ഥരും അവസാനം അവർ തന്നെയും മാനസാന്തരപ്പെട്ട ചരിത്രമാണുള്ളത്. ദൈവവിശ്വാസികളായ ചരിത്രമാണ് ഉള്ളത്. ചിലർ സ്വയം ആത്മഹത്യ ചെയ്ത്, നസ്രായനെ നീ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ തെയോഡോഷ്യസ് ചക്രവർത്തിയൊക്കെ നസ്രായനെ നീ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ അതിൻ്റെ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ക്രിസ്തു വിരോധികളായിട്ടുള്ള ഈ റോമൻ ചക്രവർത്തിമാർക്ക്, നീറോയ്ക്കും ഇവർക്കുമൊക്കെ കൂട്ടായിട്ട് നിന്ന ചരിത്രകാരന്മാർ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവർ മരിച്ചെന്നുള്ളതൊക്കെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്പോൾ അതുകൊണ്ട് അത് ക്രിസ്തുവിൻ്റെ അനുയായികൾ മാത്രം അങ്ങനെ എഴുതിയതല്ല. ഇപ്പം അന്നത്തെ യഹൂദ ചരിത്രം, റോമൻ ചരിത്രകാരന്മാരായ ജോസഫൂസ് ഏറ്റവും വിശ്വസിക്കാവുന്നതാണ്. പിന്നെ പ്ലീനി, അവരൊക്കെ ഇതുപോലെ ടാസിറ്റസ്, ഇവരൊക്കെ എഴുതിയിട്ടുണ്ട് ക്രിസ്തുവിനെ പറ്റി, യേശുവിനെ പറ്റി. അവരൊക്കെ ചിത്രീകരിച്ചത്
യേശു ദൈവമാണെന്നോ അല്ല, ഒന്നുമല്ല. മനുഷ്യരെ ദുർമാർഗത്തിലേക്ക് ചരിക്കുക. അവരുടെ എന്തുവായിരുന്നു അവർ ദുർമാർഗമെന്ന് വിചാരിച്ചത്? റോമൻ ആധിപത്യത്തിന് എതിരായിട്ട് മനുഷ്യരെ തിരിക്കുന്നത്. അവിടെ ദൈവം റോമൻ ചക്രവർത്തിമാരായിരുന്നു. ജൂലിയസ് സീസർ, പോംബെ ജൂലിയസ് സീസർ, ഇവരെല്ലാം ചക്രവർത്തിമാരായിട്ടാണ്. നീറോ, തെയോഡോഷ്യസ്, ഇവരെല്ലാം ചക്രവർത്തിമാർ. അവർ ദൈവമായിട്ടാണ്, ദൈവത്തിൻ്റെ അവതാരങ്ങളായിട്ടാണ് വന്നത്. അപ്പോൾ അവർക്കെതിരായിട്ടാണ് മറ്റൊരാൾ അവരെ പോലെ ഞങ്ങളാണ് ദൈവം, അത് തെറ്റാണ് എന്ന് പറയുമ്പോൾ അത് ദുർമാർഗിയായിട്ടാണ് വന്നത്, മനുഷ്യരെ ദുർമാർഗത്തിലേക്ക് നയിക്കുന്നത്. കാരണം ചക്രവർത്തിമാരെ ദൈവമായിട്ട് ആദരിക്കാനായിട്ട്, ആരാധിക്കാനായിട്ട് പറ്റുന്നില്ല അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർ, അപ്പം അവർ തന്നെ എഴുതിയിരിക്കുന്നു ഇങ്ങനെ ക്രിസ്തു ഉണ്ടായിരുന്നു. അപ്പോൾ ചരിത്രരേഖയായില്ലേ? ചരിത്രത്തിൽ നിഷേധിക്കാൻ പറ്റുമോ? അപ്പോൾ യേശുവിൻ്റെ അനുകൂലികളല്ല എഴുതിയത്, ക്രിസ്ത്യാനികളല്ല എഴുതിയത്. ഇതൊക്കെ ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്യുന്നവരായിരുന്നു അന്നത്തെ കാലത്ത്. അത് മനസ്സിലാക്കണം. യഹൂദരും വലിയൊരു സമൂഹവും, ജോസഫൂസ്, ഫ്ലാവിയസ് ജോസഫൂസ്, അവരൊക്കെ എഴുതിയിരുന്നത്, പുള്ളി യഹൂദനായിരുന്നെങ്കിലും പിൽക്കാലത്ത് റോമൻ ചക്രവർത്തിയുടെ ആരാധകനായിട്ട് മാറി, അവരുടെ ഒരു ആലോചനാ സംഘത്തിലെ അംഗമായിട്ട് മാറിയ ചരിത്രകാരനായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ചരിത്രം എഴുതണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിയോഗം. അവർക്ക് വേണ്ടി എഴുതുമ്പോൾ ക്രിസ്തുവിനെ അവരുണ്ടായിരുന്നു, ഇങ്ങനെ മനുഷ്യരെ എല്ലാവരും ലക്ഷക്കണക്കിന് മനുഷ്യരെ സ്വാധീനിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നുവെന്ന് ജോസഫൂസ് പറയുന്നുണ്ട്. അത് ദി ജൂയിഷ് ആൻറ്റിക്വിറ്റീസ് എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ യേശു ഉണ്ടായിരുന്നു എന്നുള്ളതിന് ചരിത്ര തെളിവാണത്. ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. ഈ നിഷേധിക്കുന്ന നിരീശ്വരവാദികൾ കുബുദ്ധികളാണ്. അവരെ അങ്ങനെ വിളിക്കേണ്ടുന്നത്. അല്ല, നിരീശ്വരവാദികൾ എന്ന് പറയുമ്പോൾ ഇച്ചിരി മയപ്പെട്ടു പോകും. അപ്പോൾ ഇങ്ങനെ തെളിയിക്കാൻ അവർക്ക് പറ്റുന്നത് ഈ ചരിത്രം അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ഞങ്ങളാരും ഇവിടെ ക്രിസ്ത്യാനികളാരും എഴുതി വെച്ചതല്ല, യേശുവിൻ്റെ ശിഷ്യന്മാർ മാത്രമായിട്ടല്ല എഴുതിയത്. അപ്പോൾ ഇങ്ങനെയുള്ളതെല്ലാം പിന്നീടും അതിന് ശേഷവും ഏതാണ്ട് സുവിശേഷങ്ങളൊക്കെ ഏതാണ്ട് AD 110 ഇതെല്ലാം എഴുതിയൊക്കെ തീർന്നു എല്ലാം. അപ്പോൾ അതിന് ശേഷവും 300 വർഷക്കാലം ഇവരൊക്കെ എഴുതി ഇങ്ങനെ യേശുവിൻ്റെ കാര്യങ്ങളൊക്കെ, അപ്പോഴാ ചരിത്രമൊക്കെ. അപ്പോൾ അതൊന്നും നിഷേധിക്കാൻ പറ്റുകയില്ലെന്ന് മനസ്സിലായി. ഞാനത് വിവരിച്ചുകൊണ്ടിരുന്ന ഒരുപാട് സമയം അങ്ങനെ അങ്ങ് പോകും. അതുകൊണ്ട് ഇതൊരു നിതാന്ത സത്യമാണ് യേശു എന്നുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് നിർത്താം. അപ്പോൾ ക്രിസ്തുവിൻ അല്ലെങ്കിൽ രക്ഷകൻ എന്നുള്ള ചരിത്രം അവിടെ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളതാണ്. ഇപ്പോൾ ഉൽപ്പത്തി 3:15 പറയുന്ന ഞാൻ പറയാം സന്തതി അത് വായിക്കുമ്പോൾ ഇങ്ങനെ ലിഖിത രൂപത്തിൽ നമ്മൾക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയും. അത് വായിക്കുമ്പോൾ അറിയാം. അപ്പോൾ അബ്രഹാം മുതൽ മോശ എല്ലാവരും തന്നെ ഈ രക്ഷകനിലുള്ള യേശു എന്നുള്ള ആ മനുഷ്യൻ്റെ പ്രത്യാശ, രക്ഷകനുള്ള പ്രത്യാശ അത് യേശുവായിരുന്നു. മോശ മുതൽ എല്ലാവരും തന്നെ എല്ലാ ജനതകൾക്കും പകർന്നു കൊടുക്കുന്നുണ്ട്. ആ പ്രത്യാശ ഇങ്ങനെ വരും നമ്മളെ രക്ഷിക്കാൻ. മോശയുടെ പുസ്തകം നിയമാവർത്തനം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, എന്നെപ്പോലുള്ള നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലുള്ള ഒരു പ്രവാചകൻ ഉയരും, ഒരു മനുഷ്യൻ ഒരു പ്രവാചകനായ അത്യുന്നതനായ ഒരുത്തൻ ഉയരും. അവൻ പറയുന്നില്ല, നിങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചേ പറ്റുകയുള്ളൂ. അതാണ് രക്ഷ, അവസാനത് രക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങളെല്ലാം ഇതെല്ലാം കാണും, ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള രക്ഷകൻ എന്ന് ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ് ആ സമയത്ത്. അപ്പോൾ യേശുവിനെ പറ്റി പറയുമ്പോൾ അതാണ് പറയുന്നത്, ആ രക്ഷകൻ വന്ന വേറെ ആരും അതിന് മുൻപ് വന്നിട്ടില്ല, യേശു മാത്രമാണ്. അപ്പോൾ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറയുന്നുണ്ട് യേശു പറഞ്ഞിട്ടില്ല ഞാൻ ദൈവമാണെന്ന്, ഞാൻ ആരാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ചില ബൈബിൾ വായിക്കാതെ പറയുന്നത്, അല്ലെങ്കിൽ ഇതൊന്നും വായിക്കാതെയോ ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ കേൾക്കാതെയോ ആണ് പറയുന്നത്. ഒന്നും മനസ്സിരുത്തി ബൈബിളൊന്നും മുഴുവനും ഒന്ന് വായിച്ച ഒരു മനുഷ്യൻ പറയത്തില്ല. പറഞ്ഞാൽ അവൻ ബൈബിളിന് അടിമയായിട്ട് തീരും. തീർച്ചയായിട്ടും അവൻ മനസ്സിരുത്തി വായിച്ചാൽ അവൻ പിന്നെ ബൈബിൾ താഴെ വയ്ക്കാൻ അവന് പറ്റത്തില്ല. അവൻ അതും പ്രഘോഷിച്ചുകൊണ്ട് നടക്കേണ്ടി വരും. അങ്ങനെ നടന്നവർ കോടിക്കണക്കിന് ജനതകളുണ്ട്, ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിനുണ്ട് ക്രിസ്തു വിരോധികളായിട്ടിരുന്നവർ. അതൊക്കെ ഉദാഹരണം പറയാൻ പോയാൽ ഞാൻ അതാ പറഞ്ഞ 2-3 മാസം അതിനു വേണ്ടി എടുക്കും. അപ്പം
യേശു തന്നെ പറയുന്നുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല, ഞാൻ ഇങ്ങനെ പറയുന്നവരോട് ഞാൻ പറയുകയാണ്, യേശു തന്നെ പറയുന്നുണ്ട് താൻ ദൈവമാണെന്ന്. യേശു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 10:38 14 10 മുതൽ 12 വരെ ഇതിലൊക്കെയുള്ള വാക്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്. 14 അധ്യായം 10 മുതൽ 12 വരെ, 10 അധ്യായം 38 വാക്യം, ഇതിലെല്ലാം പറയുന്നുണ്ട് താനെ ദൈവമാണെന്ന്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെപ്പറ്റി നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്ന അല്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, നിങ്ങൾ പറയുന്നതെങ്കിൽ അടയാളം ചോദിക്കുകയാണ് അതിന് യേശുവിൻ്റെ പ്രതിയോഗികൾ. അപ്പോൾ പറയാണ്, എൻ്റെ വചനങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ പ്രവൃത്തികൾ നോക്ക്, എൻ്റെ പ്രവൃത്തികൾ നോക്കി നിങ്ങൾ വിലയിരുത്ത്, എന്നിട്ട് നോക്കി ഇത് നിങ്ങളെ പ്രവാചക ഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞിട്ടില്ലേ ഇത് ആരാണ്, ഞാൻ ആരാണെന്ന്, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണോ അല്ലയോ എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ഈ എതിർവാദങ്ങൾ പറയുന്നവർ ബൈബിൾ ആദ്യം ഇതൊക്കെ ഒന്ന് വായിക്കണം, മുഴുവൻ വായിക്കുകയും. ബൈബിൾ മുഴുവനും വായിച്ചവർ അത് വെറുതെ ആകത്തില്ല. നിങ്ങൾക്കറിയാം, ഞാൻ നമ്മുടെ രാജ്യത്തെ കാര്യങ്ങൾ തന്നെ പറയാം. ജോസഫൻ കേട്ടിട്ടുണ്ടോ? ചാത്തുണ്ണിമേനോൻ 1800 ആ ബെയിലിയുടെ എന്ന മിഷണറിയുടെ കൂടെ, മെത്തഡിസ്റ്റ് മിഷണറിയുടെ കൂടെ അവിടെ ഈ ബൈബിൾ തർജ്ജമ ചെയ്യുകയായിരുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തെയാണ് കണ്ടുപിടിച്ചത്. അന്ന് ഇംഗ്ലീഷും സംസ്കൃതവും മലയാളവും വളരെ നല്ലതുപോലെ ഫ്ലുവൻ്റായിട്ട് ഇങ്ങനെ അറിയാവുന്ന ഒരാളായിരുന്നു ചാത്തുണ്ണി മേനോൻ, ജഡ്ജിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കണ്ടുപിടിച്ചു, എല്ലാവരും അന്വേഷിച്ച് ബലി നടന്ന് കണ്ടുപിടിച്ചു, അദ്ദേഹത്തെ എഴുതി. ഞാൻ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനു മുൻപ്. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട്, അപ്പോൾ അദ്ദേഹത്തെ കണ്ടുകിട്ടി. അപ്പോൾ അദ്ദേഹം ചെയ്യാമെന്ന് ഏറ്റു. ഏതാണ്ട് ബൈബിളെല്ലാം പുതിയ നിയമമൊക്കെ അത് ഭാഷാന്തരം ചെയ്തു, ട്രാൻസ്ലേറ്റ് ചെയ്തു. യോഹന്നാൻ്റെ സുവിശേഷം പകുതിയാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഇരിക്കപ്പുറതിയില്ല, എനിക്ക് യേശുവിനെ പ്രഘോഷിച്ചേ പറ്റത്തുള്ളൂ, ഞാൻ സ്നാനം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായേ പറ്റത്തുള്ളൂ, അല്ലാതെ എനിക്കിനിയും രക്ഷയിൽ, എൻ്റെ മനസ്സിന് സമാധാനമില്ല. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മക്കളും ഭാര്യയും എല്ലാവരും തന്നെ ക്രിസ്തുമതം സ്വീകരിച്ചു. അപ്പോൾ അങ്ങനെ ഇനി സാധു സുന്ദർ സിംഗിനെ പറ്റി പറയണോ? ഇതൊന്നും ദൂരെയൊന്നും അല്ലല്ലോ നടന്നത്, നമ്മുടെ ഇന്ത്യയിൽ തന്നെയല്ലേ. പഞ്ചാബിൽ ഒരു പ്രദേശത്തെ ഒരു നല്ലൊരു കർഷക കുടുംബത്തിൽ ജനിച്ച സാധു സുന്ദർ സിംഗ്, അദ്ദേഹം അവിടെ അന്ന് മെത്തഡിസ്റ്റ് മിഷണറിമാരൊക്കെ അവിടെ ചെല്ലുമ്പോൾ അവിടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കൊടുക്കുന്ന ബൈബിൾ ലഘുലേഖകളെല്ലാം കത്തിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഹോബി. എല്ലാവരുടെയും ഇന്ന് വാങ്ങിച്ച് കത്തിച്ച് കളയും. അവസാനം ബൈബിളും വരെ കത്തിക്കാൻ തുടങ്ങി. കാരണം അത്രയ്ക്ക് വിദ്വേഷമായിരുന്നു അദ്ദേഹത്തിന്. തങ്ങൾ വിശ്വസിക്കുന്ന ആ വിശ്വാസ പ്രമാണങ്ങൾക്ക് എതിരായിട്ടാണ് മറ്റേ ആൾ പറയുന്നത്. ഇങ്ങനെ ഒരു ആളിനെ പറ്റി, ഒരു ഇല്ലാത്ത ഒരു മനുഷ്യനെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ല, കാണാനും കേൾക്കാനും ആർക്കും പറ്റുന്നില്ല, അങ്ങനെയുള്ളൊരു മനുഷ്യനെയാണ് അവർ പറയുന്നത്. പക്ഷേ ഈ പറയുന്നവരും അങ്ങനെയാണല്ലോ, അവരുടെയും ദൈവവും എല്ലാം അങ്ങനെ ആയിരുന്നു. അതെ, സാധു സുന്ദർ സിംഗ്. അപ്പോൾ അവരുടെ സിഖ് മതത്തിൽ അങ്ങനെ ഞാൻ കുറ്റം പറയുകയല്ല, അങ്ങനെ ആക്ഷേപിക്കുകയില്ല. അപ്പോൾ അതും അങ്ങനെ ആയിരുന്നു, അപ്പോൾ ഇതും അങ്ങനെ. അപ്പോൾ ഇതാണ് വലുത്, ഇതാണ് സത്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതിനായിരുന്നു ഇതൊക്കെ ചെയ്തത്. ആ ബൈബിളുമൊക്കെ പിടിച്ച് വാങ്ങിച്ച് എല്ലാവരും കത്തിക്കുമായിരുന്നു. അവസാനം അദ്ദേഹം എന്ത് ചെയ്ത്, എന്തുമാത്രം ത്യാഗങ്ങൾ സഹിച്ചു, തൻ്റെ ജീവൻ തന്നെ ഹോമിക്കുന്നല്ലോ അദ്ദേഹത്തിന്, ക്രിസ്തുവിന് വേണ്ടി, യേശു എന്നുള്ള വിശ്വാസം പിന്നെ പ്രഘോഷിക്കാൻ വേണ്ടി. ഹിമാലയ സാനുക്കളെല്ലാം ചുറ്റി നടന്ന് ആ മഞ്ഞുപാളികളിൽ കൂടെ നിന്നൊക്കെ നഗ്നപാതനായിട്ട് നടന്ന് ഞാൻ ചെയ്ത തിന്മയ്ക്കെല്ലാം, തെറ്റിനെല്ലാം, യേശുവിനോട് ചെയ്ത തെറ്റിനെല്ലാം പരിഹാരം ചെയ്യണമെന്ന് പറഞ്ഞ് കാലുകളൊക്കെ വരഞ്ഞ് വീണ്ട് കീറി രക്തം ഒലിച്ച് കിടക്കുന്ന ആ പാദങ്ങളോട് അദ്ദേഹം പോയത് അവിടെ എല്ലാം. ടിബറ്റിൽ വരെ പോയി. ടിബറ്റിലൊക്കെ അന്ന് ക്രിസ്തു മിഷണറിമാരെ കണ്ടാൽ അവർ തൊലി ഇരിച്ച് മുളക് പൊടി വാരി വിതറിയിട്ട് കൊല്ലുകയായിരുന്നു അന്നത്തെ ആ കാലത്ത്. ആ സമയത്താണ് അദ്ദേഹം അവിടെയൊക്കെ പോയത്. ഒരു മിഷണറിയുടെ കഥ അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ അവരെ പിടിച്ചു കെട്ടി അയാളെ തൊലിയൊക്കെ ഇരിച്ച് മുളക് പൊടിയൊക്കെ വിതറി ദേഹത്തെല്ലാം തൂത്തു. അവിടെ കണ്ടിട്ട് അദ്ദേഹം തൊലിയൊക്കെ ഇരിക്കുമ്പോൾ, ഒരു ശകലം തൊലിയില്ല ദേഹത്തേക്ക് ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഈ നാശകരമായ ഈ വസ്ത്രം പോയി എനിക്ക് പുതിയ വസ്ത്രം ഇതാ
ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് എനിക്ക് തരാനാണ് എൻ്റെ ഈ നാശകരമായ വസ്ത്രം നിങ്ങൾ അതിന് ഉരിഞ്ഞു മാറ്റുകയാണ്, നിങ്ങൾക്ക് നന്ദി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ ആയിരുന്നു എല്ലാവരും. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ നമുക്ക് അറിയാം, 5-6 വർഷങ്ങളാകത്തില്ലേ അവിടെ ഒരു ലിബിയയിൽ വെച്ച് മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകൾ ചെയ്തത്, ഭീകരർ ചെയ്തത്, 19 പേരെ കൊന്നത്, കഴുത്തറുത്ത് കൊന്നു ക്രിസ്ത്യാനികൾ. അവരാരും മാറിയില്ല, മതം മാറിയില്ല. കാരണം മാറാൻ പറ്റത്തില്ല. തങ്ങൾ കണ്ട് വിശ്വസിച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനെ എങ്ങനെ തള്ളി പറയാൻ പറ്റും? ഇത് കണ്ടുകൊണ്ടിരുന്ന 20ാമത് ഒരുത്തൻ അവരുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഇത്രയും മനുഷ്യർ ഇത് സഹിക്കുന്നെങ്കിൽ എൻ്റെയും കൂടെ കഴുത്തറുത്തേരെ ഞാനും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. കാരണം അയാൾക്ക് ക്രിസ്തുവിനെ വിശ്വസിച്ചിട്ടില്ല, അയാൾക്ക് അറിഞ്ഞും കൂടെ. പക്ഷേ അയാൾ പറഞ്ഞു, ഇത്രയും പേര് ഇങ്ങനെ സന്തോഷത്തോടെ കഴുത്തറക്കാൻ നിന്ന് തരുമ്പോൾ, കഴുത്ത് നീട്ടി തരുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് മാറുന്നത്? അപ്പോൾ ചുമ്മാതല്ലല്ലോ, ഇത് വിലപ്പെട്ട ഒന്നാണ്, വിലപ്പെട്ട ഒരു ജീവിതത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഈ പറയുന്ന ഇവിടെ കേരളത്തിൽ ഒരുപാട് ഉള്ളവരുണ്ട്, ഇങ്ങനെ നിരീശ്വരരുണ്ട്, ക്രിസ്തു വിരോധികളുണ്ട്, ഇപ്പോഴും ക്രിസ്തുവിനെ അവഹേളിക്കുന്നവരുണ്ട്, ക്രിസ്ത്യാനികൾക്ക് എല്ലാവിധമായ ദോഷങ്ങളും അപരാധങ്ങളും ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അവർക്ക് മറ്റുള്ളതിനൊന്നും ഒരു ഇതോടും ഇല്ല, ക്രിസ്ത്യാനികളോടാണ് എല്ലാവർക്കും. അത് കർത്താവ് അവസാനം യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ അനുഭവിച്ച ഇതുപോലെ നിങ്ങൾ എന്നോട് ചെയ്തെങ്കിൽ ഈ പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണക്കമരത്തോട് നിങ്ങൾ എങ്ങനെ ചെയ്യുമെന്നാണ് ചോദിച്ചത്, കുരിശിൽ കടന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾ ഇതൊക്കെ അനുഭവിക്കണം. അനുഭവിച്ച് നിങ്ങൾക്കുള്ളത് ഇത് തന്നെയാണ്, നിങ്ങൾക്ക് അനുഭവിക്കേണ്ടുന്ന ആണ്. നിങ്ങളിതെല്ലാം അനുഭവിക്കേണ്ടി വരും, ഇതിൻ്റെ ഇരട്ടി. പച്ചമരത്തോടെ ഇങ്ങനെ ചെയ്ത് ഉണക്കമരം എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ കത്തിച്ച് കളയും, അല്ലേ? കത്തിപ്പോവും കത്തിച്ചാൽ. പച്ചമരം പുകഞ്ഞ് അവിടെ അങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഇതിനേക്കാൾ ക്രൂരതയാണ് നിങ്ങൾ അനുഭവിക്കേണ്ടി വരൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടും എല്ലാം നടക്കുന്നുണ്ട്. വടക്കേ ഇന്ത്യയിലുമൊക്കെ ഉണ്ട്. ഈ ഇടയ്ക്കാണ്ട് ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യാനികളെല്ലാം നാട് വിട്ടു പോകണം, ദേശം വിട്ടു പോയിക്കോണം എന്നാണ് ഒരു പഞ്ചായത്ത് പ്രമുഖൻ അവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 1-2 പഞ്ചായത്ത്, 2 പഞ്ചായത്തുകളൊക്കെ കണ്ട്. അപ്പോൾ എത്രയോ കുടുംബങ്ങളാണ്. അപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ജയിലറുകൾ വടക്കേ ഇന്ത്യയിലാണ്, യുപിയിലും ഉത്തരാഞ്ചലിലും ഒക്കെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ്. അവർ എന്തുവാ, അവർ ക്രിസ്തുമത വെടിയുള്ള സാധി ജനങ്ങൾക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുന്ന മിഷണറിമാരും സുവിശേഷകരും എല്ലാ സഭാ വിഭാഗങ്ങളിലുള്ളവരുമുണ്ട് ജയിലിൽ കിടക്കുന്നത്. എന്താ അവരെ അങ്ങനെയൊക്കെ സഹിക്കുന്നത്? കന്യാസ്ത്രീകളുണ്ട്, വൈദികരുണ്ട്, മെത്രാന്മാർ ഇതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ ചുമ്മാതാന്നു? അത് ആർക്ക് എന്തും അങ്ങനെ ചുമ്മാതെ സഹിക്കാൻ ആര് വരും? അത് ഉണ്ടായിട്ടാണ്, അത് കാര്യമാണ്, സത്യമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വോൾട്ടയറിനെ ഞാൻ നേരത്തെ ആ ഒരു എപ്പിസോഡിലത് പറഞ്ഞിരുന്നു മുൻപ്. ബൈബിൾ എന്നാൽ എന്ത് എന്നാൽ അതെ, അതിൽ പറയുന്നുണ്ട്, വോൾട്ടയറും ആ കൂട്ടരും നിരീശ്വരവാദികളൊക്കെ 1800-കൾ 1700-കളൊക്കെ ഇങ്ങനെ വന്ന് ഫ്രഞ്ച് വിപ്ലവമൊക്കെ കഴിഞ്ഞ് അത് നിരീശ്വരത്വം കൊണ്ടാണ്, ക്രിസ്ത്യാനി വിരോധമൊക്കെ ആയിരുന്നു. മലയാളമൊക്കെ വിട്ട് അങ്ങനെയൊക്കെ എത്രയോ വൈദികരെയും അവരെയൊക്കെ കൊന്നു. അപ്പോൾ അവിടെ വോൾട്ടയറൊക്കെ പിന്നെ അവരൊക്കെ ഉണ്ടോ? അവശേഷിച്ചോ? ക്രിസ്തു ഇന്നും കോടികളുടെ മനസ്സുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഉത്തരോത്തരം അവരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അനുഭവവേദ്യമായതാണ് ഈ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തു. അവിടെ അവരും പിന്മാറത്തില്ല. വോൾട്ടയറും ആ കൂട്ടരും എല്ലാം മൺമറഞ്ഞ് അവർക്ക് ഓർമ്മ പോലും ഇല്ലാതായി. വോൾട്ടയർ 100 വർഷം കൊണ്ട് ഇനി ബൈബിളേ ഉണ്ടാകത്തില്ല, ഇങ്ങനൊരു നാമം, ക്രിസ്തു എന്ന ദൈവം നാമം ഉണ്ടാകത്തില്ലെന്ന് പ്രഖ്യാപിച്ച മനുഷ്യനെ 50 വർഷം എടുത്തില്ല. അതിനു മുൻപേ അയാൾ മരിച്ചു. പിന്നെ 30 വർഷം കണ്ടേ ഉള്ളായിരുന്നു. അത് ഞാൻ വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് മുൻ വീഡിയോയിൽ. അപ്പോൾ ഞാൻ ചുരുക്കത്തിൽ വേഗത്തിൽ ഓടിച്ചു പോവുകയാണ്. അപ്പോൾ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം ഇതിനൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ലേഖകളൊക്കെ ഓരോ ലഘുലേഖകളുമൊക്കെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന പ്രസ്സുമൊക്കെ അവസാനം ബൈബിൾ സൊസൈറ്റി വിലയ്ക്ക് വാങ്ങിച്ച് അയാളുടെ ആ ഭവനം വോൾട്ടയറിൻ്റെ അവിടെ ബൈബിൾ ഗോഡൗണായി. ആ ബൈബിൾ അച്ചടിക്കുന്ന ഗ്രന്ഥശാലയായി ആ പ്രസ്സുകളുമൊക്കെ. അപ്പോൾ ഇങ്ങനെ ക്രിസ്തുവിനെ എതിർത്തവരൊക്കെ ഇങ്ങനെ ഡൊമിക്ലീഷ്യൻ ചക്രവർത്തി അവസാനം തീജ്വാലകൾ ചുറ്റപ്പെട്ട് അയാൾ ആത്മഹത്യ ചെയ്യുമായിരുന്നു. നസ്രായനെ നീ ജയിച്ചിരിക്കുന്നു, നസ്രായൻ എന്ന് പറയുന്ന യേശുവിനെയാണ്, നീ ജയിച്ചിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടാണ്. അതൊക്കെ അവരുടെ ചരിത്രകാരന്മാർ എഴുതിയതാണ്, നമ്മളെ ആരും അല്ല എഴുതിയത്.
ക്രിസ്തു വിരോധികളായിട്ടുള്ള ചരിത്രകാരന്മാർ. അപ്പോൾ ഇതിൽ ഞാൻ ദൈവമില്ല, ക്രിസ്തു ഇല്ല എന്ന്, യേശു എന്നുള്ള മനുഷ്യൻ ജീവിച്ചിരുന്നില്ല ഇല്ലെന്നൊക്കെ പറയുന്നതിനുള്ള ഒരു കാര്യമാണ് ഞാനത് തെളിയിക്കാൻ വേണ്ടി, സമർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരുപാട് പറഞ്ഞു പോകും, അതുകൊണ്ട് നമുക്ക് നിർത്താം. ഞാൻ അടുത്ത എപ്പിസോഡിൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ പലസ്തീന പ്രദേശത്തെ പറ്റിയൊക്കെ ഒന്ന് ഒരു അല്പസമയമായിട്ട് ഒരു 3-4 മിനിറ്റ് കൊണ്ടൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ എടുത്ത് നമുക്ക് പിന്നെ റോമൻ പാരമ്പര്യങ്ങളും അന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥിതികളൊക്കെ നമുക്ക് പറയാം. അതിന് തീർക്കാം. സമയം ആയി. നിങ്ങൾ ഈ കേട്ടത് എല്ലാം ചിന്തിക്കണം, പഠിക്കണം. ഈ രേഖകൾ, ബൈബിളൊക്കെ ഇതിന് എതിർപ്പുള്ളവരും ഒക്കെ അതൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. അവരെല്ലാം നിങ്ങൾ ബൈബിൾ ശരിക്ക് ഒന്ന് വായിച്ച് പഠിച്ചിട്ട് വേണം തീരുമാനത്തിലെത്താൻ. നമ്മളൊരു കാര്യം പറഞ്ഞാൽ നമ്മളൊരു തീരുമാനത്തിലെത്തണമെങ്കിൽ അതിനെപ്പറ്റി സൂക്ഷ്മമായിട്ട് അറിഞ്ഞിട്ട് വേണം. വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ വരെ അന്വേഷിച്ചറിയണം. അറിയാതെ പറഞ്ഞാൽ അവൻ വിഡ്ഢി എന്നാണ് വിളിക്കപ്പെടുന്നത്, അല്ലേ? വിഡ്ഢി, പമ്പര വിഡ്ഢി എന്ന് വിളിക്കപ്പെടും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആകാതിരിക്കുന്നത് പഠിക്കണം, പഠിച്ചിട്ട് പറയുക, പഠിച്ചിട്ട് വേണം കമൻറ്റ് ചെയ്യാൻ ഓരോന്നൊക്കെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരിലും ദൈവം ആ ചൈതന്യം പകരട്ടെ. നമുക്ക് പതിവ് പോലെ നമ്മുടെ രോഗങ്ങളും വേദനകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട്. ഡിപ്രഷന്, പിന്നെ സന്താനങ്ങളില്ലാത്തവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, അതിനുവേണ്ടി ആഗ്രഹിച്ച് വളരെ വർഷക്കാലമായിട്ട് ആഗ്രഹിച്ച് കഴിയുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ അവരുടെയൊക്കെ ആ വിഷമതകളൊക്കെ നമ്മൾ സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തെങ്കിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ഇതൊക്കെ ദൈവം തരുന്നു, യേശു ക്രിസ്തുവിലൂടെ തരുന്നു എന്നുള്ള ആ പ്രത്യാശ നമുക്ക് തന്നിട്ടുണ്ട് ദൈവം. അത് ആ കൃപ തന്നിട്ടുണ്ട് ആ പ്രത്യാശിക്കാൻ വേണ്ടി. അപ്പോൾ ആ പ്രത്യാശയിൽ കൂടി നമുക്കെല്ലാം തരുന്നു എന്ന് വിശ്വസിച്ച് ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ എപ്പോഴും കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണമെന്നാണ് പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനത്തിലും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം. സ്തോത്രം, അവരത് സ്തുതിക്കണം. ഞാൻ പറയുന്ന പോലെ ഇതിപ്പോൾ ഇതുപോലെ പെട്ടെന്ന് പറഞ്ഞ് തീർക്കുകയല്ല. ഇത് കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു 10-15 മിനിറ്റെങ്കിലും എടുത്ത് സ്തുതിച്ചും പ്രാർത്ഥന നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞും എടുത്തും ഒക്കെ നമ്മൾ സ്തുതിക്കണം. ഒരു 10-15 മിനിറ്റ് എടുത്താലും കുഴപ്പമില്ല. സ്തുതിച്ച് പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്തിനാണ് നന്ദി പറഞ്ഞ്? ഇതൊക്കെ സാധിച്ചു തരുന്നതിനായിട്ട് തന്നെന്നങ്ങ് വിശ്വസിക്കണം. നമുക്ക് സാധിച്ച് തന്നു, ഇനി തരാനില്ല, തന്നു കഴിഞ്ഞു. ഇനി അത് പോകേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ അങ്ങനെ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദി, 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 സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, സ്തുതിക്കുന്നു, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദി. കർത്താവേ, ഞങ്ങളെ ഈ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളെല്ലാം ഞങ്ങൾ വയ്ക്കുന്ന ലോകം മുഴുവനിലുള്ള എല്ലാ ദുരന്തങ്ങളും അനുഭവിക്കുന്നവരും എല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശ്വരചിന്തയില്ലാത്തവരെ എല്ലാം തന്നെ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രചരിപ്പിക്കുന്നവരെയെല്ലാം അവരുടെ ആ മനോഗതങ്ങളെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അവിടുത്തെ തിരിച്ചറിയട്ടെ, സത്യം അറിയട്ടെ, സത്യം അറിഞ്ഞ് അവിടെ അങ്ങയിലേക്ക് ആകർഷിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ സമർപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവേ, പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, അവരുടെ എല്ലാ നിരാശകളും എല്ലാം മാറ്റി ഡിപ്രഷൻ അനുഭവിക്കുന്നവരുടെ മനസ്സുകളും ബോധതലങ്ങളും എല്ലാം വെടിപ്പാക്കി ശുദ്ധിയാക്കി കർത്താവെ, ആദിയിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും ആയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് ഈ പ്രത്യാശ എല്ലാം തന്നു എന്നുള്ള പ്രത്യാശ ഞങ്ങൾക്ക് തന്നതിന് അവിടത്തേക്ക് നന്ദിയും കൃതജ്ഞതയും സ്തോത്രവും പുകഴ്ചയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമീൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമീൻ.